വളരെ കാലമായി നിലനിന്നിരുന്ന അഭ്യൂഹങ്ങളെ തള്ളി ഒടുവിൽ രാഷ്ട്രീയ പാർട്ടി രജിസ്റ്റർ ചെയ്ത് തമിഴ് സൂപ്പർ താരം വിജയ്. തമിഴക വെട്രി കഴകം എന്ന പേരിലാണ് താരം പാർട്ടി രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. വിജയ് സജീവ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുമെന്ന് നേരത്തെ റിപ്പോർട്ടുകൾ സൂചിപ്പിച്ചിരുന്നു. ഇതിനിടയിലാണ് താരം ഔദ്യോഗിക പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത്. തൻ്റെ ആരാധക സംഘടനയായ വിജയ് മക്കൾ ഇയക്കവുമായി ചേർന്ന് കഴിഞ്ഞ കുറച്ചു കാലമായി വിജയ് നടത്തിക്കൊണ്ടിരിക്കുന്ന സാമൂഹിക പ്രവർത്തനങ്ങൾ ഇത് മുൻകൂട്ടി കണ്ടുള്ള നീക്കമാണെന്ന് വിലയിരുത്തപ്പെട്ടിരുന്നു. ഇതാണ് ഇപ്പോൾ സത്യമായിരിക്കുന്നത്. സിനിമയും രാഷ്ട്രീയവും തമ്മിൽ അധികം അന്തരമില്ലാത്ത തമിഴ് മണ്ണിൽ വിജയ് വെന്നിക്കൊടി പാറിക്കുമോ എന്നാണ് ഇനി അറിയാനുള്ളത്. എന്നെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയം മറ്റൊരു തൊഴിൽ മാത്രമല്ല, അതൊരു ജനങ്ങൾക്ക് വേണ്ടിയുള്ള പവിത്രമായ ജോലിയാണ്. വളരെ കാലമായി ഞാൻ അതിനായി സ്വയം തയ്യാറെടുക്കുകയാണ്. രാഷ്ട്രീയം എനിക്ക് ഒരു ഹോബിയല്ല, അതെൻ്റെ ആഗ്രഹമാണ്. അതിൽ എന്നെ തന്നെ പൂർണ്ണമായും ഉൾപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുന്നു, വിജയ് പറയുന്നു. പുതിയ പാർട്ടി ആരംഭിക്കുന്നതിനോടൊപ്പം തന്നെ ഒരു മൊബൈൽ ആപ്പും പുറത്തിറക്കും. ഈ ആപ്പിലൂടെ ജനങ്ങൾക്ക് പാർട്ടി അംഗമാവാൻ സാധിക്കും എന്നതാണ് പ്രത്യേകത. 1 കോടി ആളുകളെ പാർട്ടി അംഗമാക്കാനാണ് ആദ്യഘട്ടത്തിൽ ലക്ഷ്യമിടുന്നത്. വരാനിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കില്ലെന്നാണ് നിലവിലെ തീരുമാനം. ആർക്കും പിന്തുണയും പ്രഖ്യാപിക്കില്ല. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പാണ് ലക്ഷ്യമിടുന്നതെന്നും വിജയ് പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കുന്നു. വരുന്ന ഏപ്രിലിൽ സമ്മേളനം നടത്തുമെന്നും അറിയിച്ചിട്ടുണ്ട്. വിജയുടെ രാഷ്ട്രീയ പ്രവേശനം ഫെബ്രുവരി ആദ്യവാരം തന്നെ ഉണ്ടായേക്കുമെന്നും പാർട്ടിയുടെ പേരും കൊടിയുമൊക്കെ അന്ന് പുറത്തിറക്കുമെന്നും നേരത്തെ റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. ഒരു മുൻനിര സൂപ്പർ താരമെന്നതിനുപരി തമിഴ്നാട്ടിൽ കാര്യമായ ജനപ്രീതിയുള്ള ഒരാളാണ് ദളപതി എന്ന് വിശേഷിക്കപ്പെടുന്ന വിജയ്. കൂടാതെ അദ്ദേഹത്തിൻ്റെ ആരാധക കൂട്ടായ്മയായ വിജയ് മക്കൾ ഇയക്കത്തിനും നല്ല സ്വാധീനമുണ്ട്. കഴിഞ്ഞ വർഷം ചെന്നൈയിൽ വിജയ് തമിഴ്നാട്ടിലെ മുഴുവൻ നിയോജക മണ്ഡലങ്ങളിലെയും വിജയ് മക്കൾ ഇയക്കം ഭാരവാഹികളുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. വിവിധ ഇടങ്ങളിൽ നിർധന വിദ്യാർത്ഥികൾക്ക് പഠനത്തിന് സൗകര്യം നൽകുന്ന ട്യൂഷൻ സെൻ്ററുകൾ ഉൾപ്പെടെ വിജയ് മക്കൾ ഇയക്കം ആരംഭിച്ചിരുന്നു. കർഷകർക്ക് സൗജന്യമായി കന്നുകാലികളെ നൽകാനുള്ള പദ്ധതിയും ഇതിനോടൊപ്പം തുടങ്ങിയതായി റിപ്പോർട്ടുകളുണ്ട്. രാഷ്ട്രീയത്തിൽ വിജയ് ശോഭിക്കുമോ ഇല്ലയോ എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം.